അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫത്വൽ മൊയ്നിലെ ഒന്നാമത്തെ ഫസ്ലാണ് ചർച്ച ചെയ്യുന്നത്. ബാബു സ്വലാത്തിലെ ഒന്നാമത്തെ ഫസ്ല് ഫി ഷുറൂത്തി സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഷർത്തു മാ യതവഖഫു അലൈഹി സിഹത്തു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ സ്വീകാര്യത നിലകൊള്ള ഒന്നിനാണ് ഷർത്ത് എന്ന് പറയുക. അതുണ്ടെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. എന്നാലോ വലൈസ മിൻഹ, അത് നിസ്കാരത്തിൽപ്പെട്ടതുമല്ല. വഖുദ്ദിമത്ത് ഷുറൂത്തു, ഷർത്തുകളെ മുന്നിടിച്ചു അലൽ അർക്കാനി, നിസ്കാരത്തിൻ്റെ റുക്നുകൾ പറയുന്നതിനേക്കാൾ ആദ്യം പറയുന്നത് ഷർത്തുകളെയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ലിഅന്നഹ ഔലാ ബിത്തഖ്ദീമി, കാരണം അതാണ് മുന്നിടിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത്. കാരണം എന്താണ്? ഇത് ഷർത്ത് എന്നുള്ളത് മാ യജിബു തഖ്ദീമു അല സ്വലാത്തി, അത് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ ആരംഭിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടതും വസ്തിംറാറുഹു ഫിഹ, നിസ്കാരത്തിലുടനീളം നിലനിൽക്കേണ്ടതുമാണ്. ഇപ്പം വുളൂ നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. മാത്രവുമല്ല വുളൂ നിസ്കാരം കഴിയുന്നത് വരെ ഉണ്ടാവുകയും വേണം, അതായത് ത്വഹാറത്ത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് പറയുന്നത്. ഷുറൂത്ത് സ്വലാത്തി ഖംസത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 അഹദുഹ, അതിൽ ഒന്നാമത്തേത് ത്വഹാറത്തുൻ അനിൽ ഹദസി, അൻ ഹദസിൻ വ ജനാബത്തിൻ, ജനാബത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ത്വഹാറത്ത് ഭാഷാർത്ഥത്തിൽ ഭാഷാപരമായി ത്വഹാറത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം അന്നലാഫത്തു, വൃത്തി, മൽഖുലൂസു മിനദ്ദനസി, മ്ലേച്ഛമായ അല്ലെങ്കിൽ അഴുക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഷറഇൽ റഫ്ഉൽ മൻഇൽ മുതറത്തിബി അൽ ഹദസി അവ നജസി, നജസിനാലോ അശുദ്ധിയായാലോ ഉണ്ടായിത്തീരുന്ന തടസ്സത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഷറഇൽ ത്വഹാറത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. ഫൽ ഊല, അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തേത് ഹദസിനെ കുറിച്ച് പറയാണ്. ഐ തഹാറത്തുൻ അൽ ഹദസി, എങ്ങനെയാണ് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക? അൽ വുളൂ ചെയ്യലാണ്. ഹുവ ബിലമ്മിൽ വാവി, വുളൂ എന്ന് വായിക്കണം, വാവിന് ലമ്മ് കൊടുത്തുകൊണ്ട്. ഇസ്തിഅമാലുൽ മായി, വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫി ആലായി മഖ്സൂസ, പ്രത്യേകമായ അവയവങ്ങളിൽ. മുഫ്തതിഹം ബിൻ നിയ്യത്തി, നീയത്ത് കൊണ്ട് ആരംഭിച്ച്. അപ്പം നീയത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമായ ചില അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കുന്നതിനാണ് വുളൂ എന്ന് പറയുന്നത്. വബി ഫതഹിഹ, അത് ലമ്മു കൊണ്ട് വായിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ വാവിന് ഫത്ത് കൊടുത്താണ് വായിക്കുന്നതെങ്കിൽ മായത്തവല്ലൗ ബിഹി, വുളൂ എടുക്കുന്ന വെള്ളത്തിനാകും വലൂ എന്ന് പറയാം. അപ്പോൾ ഹർക്കത്ത് മാറിയാൽ അർത്ഥം, മീനിങ് മാറും. വലൂ എന്ന് പറയുന്നത് ഫത്ത് കൊടുത്ത് വായിക്കുമ്പോൾ വെള്ളമെന്നും, വുളൂ എന്ന് പറയുന്നത് ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിന് ആകുന്നു അങ്ങനെ പറയുന്നത്. വക്കാന ഇബ്തിദാ വുജൂബിഹി മഅ ഇബ്താഇ വുജൂബിൽ മക്തൂബത്തി ലൈലത്തുൽ ഇസ്റാ, എന്ന് മുതൽക്കാണ് വുളൂ നിർബന്ധമായത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. അത് നിർബന്ധമായത് എന്നാണോ ഫർള് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്? അതായത് ലൈലത്തുൽ ഇസ്രായിൻ്റെ രാത്രിയിലാണല്ലോ 5 വക്ത് നിസ്കാരം നിർബന്ധമായത്. അതേ ദിവസം തന്നെയാണ് എന്ത് നിർബന്ധമായത്? വുളൂഉം നിർബന്ധമായത്. വശുറൂത്തുഹു, വുളൂഇൻ്റെ ഷർത്തുകൾ. ഇനി വുളൂഇൻ്റെ ഷർത്തുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കശുറൂത്തുൽ അസ്ലി, കുളിയുടെ ഷർത്തുകൾ പോലെ തന്നെ 5 അഹദുഹ, അതിൽ ഒന്നാമത്തേത് മാഉൻ മുത്തലഖുൻ, മുത്തലഖായ വെള്ളമായിരിക്കുക. എന്ന് വെച്ചാൽ ഫലാ യർഫഉൽ ഹദസ, ഹദീസിനെ അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലു നജസ, നജസിനെ നീക്കം ചെയ്യപ്പെടുകയുമില്ല. വലാ യുഹസ്സിലു സായിറു തഹാറ, മറ്റൊരു നിലക്കുമുള്ള ശുദ്ധികളും കരസ്ഥമാവുകയില്ല. വലോ മസ്നൂനത്തൻ, അത് സുന്നത്ത നിലക്കുള്ള ശുദ്ധിയാവലാണെങ്കിലും ശരി. ഇല്ലൽ മാ അൽ മുത്തലക്കായ വെള്ളം കൊണ്ടല്ലാതെ. അപ്പോൾ ഈ മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത് എന്തിനാണ്? വഹുവമായ കവാലൈഹി ഇസ്മുൽ മാ, വെള്ളം എന്ന് പേര് പറയപ്പെടാൻ പറ്റണം. എങ്ങനെ? ബിലാ കൈദീൻ, ഒരു ഉപാധിയും കൂടാതെ. നമ്മൾ വെള്ളമെന്ന്, തനിച്ച വെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ഉപാധി വെച്ചുകൊണ്ട് പറയുന്ന വെള്ളങ്ങളാണേത്? മറ്റുള്ള ഇപ്പോൾ പനിനീർ വെള്ളം, അതിനെപ്പോഴും പനിനീർ എന്നുള്ള ഉപാധി ഉണ്ടാകും. പനിനീർ വെള്ളം, ഇളനീർ വെള്ളം, അങ്ങനെയൊക്കെ പറയല്ലേ.
അപ്പോൾ ആ രീതിയിലുള്ള വെള്ളങ്ങൾക്കൊക്കെ എപ്പോഴും ഉപാധികളുണ്ടാവും. ഉപാധി കൂടാതെ വെള്ളമെന്ന് പേര് പറയപ്പെടാൻ പറ്റുന്നതായാൽ അതിനാണ് മാഉൽ മുത്ലക്ക് എന്ന് പറയുക. വൈൻ റഷഹ മിൻ ബുഖാരിൻ, ഇനി പുകയിൽ നിന്നും നീരാവിയായി ഉണ്ടാകുന്നത് അൽ മാ, എങ്ങനത്തെ വെള്ളമാണത്? അൽ മാ ഉ തഹൂറുൽ മോല, ശുദ്ധിയായ തിളപ്പിക്കപ്പെട്ട വെള്ളം. ഒരാൾ ശുദ്ധമായ വെള്ളം തിളപ്പിച്ചു, അപ്പോൾ അതിൽ നിന്നും നീരാവിയായി ഉണ്ടാകുന്ന വെള്ളമാണെങ്കിലും ശരി. ഔ ഉസ്തൂലിക ഫീഹിൽ ഖലീത്തു, അല്ലെങ്കിൽ ഒരു അലിഞ്ഞു പോകുന്ന വല്ല വസ്തുവും ആ വെള്ളത്തിൽ കൂട്ടിക്കലർത്തി, ശുദ്ധിയായ അലിഞ്ഞു പോകുന്ന വല്ലതും ചേർത്തി. ആ കൊയ്ത അല്ലെങ്കിൽ കൈതുണ്ട്, പക്ഷെ അതെന്താണ്? മുവാഫക്കത്തിൽ വാക്കി, യാഥാർത്ഥ്യത്തോട് യോജിച്ച. ഇപ്പം കിണറ്റിലെ വെള്ളം എന്ന് പറയും, അതിന് പറയുന്നത് അത് യാഥാർത്ഥ്യത്തോട് യോജിച്ചതായതുകൊണ്ടാണ്. അതപ്പോൾ അല്ലാതെ ആ വെള്ളത്തിന് വേറെന്തെങ്കിലും മാറ്റം ഉണ്ടായത് കൊണ്ടല്ല. അതേപോലെ കടലിലെ വെള്ളം എന്നൊക്കെ പറയല്ലേ, അപ്പോൾ അതൊക്കെ വെള്ളം എന്നുള്ള യാഥാർത്ഥ്യത്തോട് യോജിച്ച ഒരു കൈതാണിത് കൊടുത്തത്. അപ്പോൾ അത്തരം വെള്ളങ്ങളൊക്കെ മാഉൽ മുത്ലക്കിൽ പെടുത്താവുന്നതാണ്. ബിഖിലാഫി മാ ലാ യുദ്കറു ഇല്ലാ മുഖയ്യദൻ, മറ്റൊരു കൈദിനെതിരായിക്കൊണ്ട്. ഏതാണ് കൈത്? അതിനെ കൈത് വെച്ച് മാത്രമേ പറയാമായുള്ളൂ. ഇപ്പോൾ ഈ കിണറ്റിലെ വെള്ളമൊക്കെ കിണർന്ന് ഇങ്ങോട്ട് എടുത്ത് വേറൊരു പാത്രത്തിലാക്കി അതിനെ പിന്നെ കിണറ്റിലെ വെള്ളം എന്ന് പറയേണ്ടിയില്ല. നോർമൽ വെള്ളം എന്ന് പറഞ്ഞാലും ആ സെയിം സാധനം തന്നെ ആയിരിക്കും. എന്നാൽ മറ്റൊരു വെള്ളം ഉണ്ടാകും, മാഉൽ വർദ്, ഇത് പനിനീർ വെള്ളം. അതിനെ ഇപ്പോൾ അല്ലെങ്കിൽ ഇളനീർ വെള്ളം, അതിനൊക്കെ അതിൽ നിന്ന് മാറ്റിയാലും അതെപ്പോഴും ഇളനീർ വെള്ളം തന്നെയാണ്. അപ്പോൾ അത്തരം കൈത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വെള്ളങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അയറു മുസ്തഅമലും ഫി ഫർളി ത്വഹാറത്തിൻ, മാത്രവുമല്ല അതിനെ ഉപയോഗിക്കാനും പാടില്ല ഫി ഫർളി ത്വഹാറത്തിൻ, ഫർളായ ശുദ്ധിക്ക് വേണ്ടി. മിൻ റഫി ഹദസിൻ അസ്അരിൻ, ചെറിയ ശുദ്ധിയെ ഉയർത്താനോ, ഔ അക്ബരിൻ, അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്താനോ വേണ്ടി. വലോ മിൻ തുഹരി ഹനഫിയിൻ ലം യൻവി, അത് നിയ്യത്ത് വെക്കാത്ത ഹനഫി മദ്ഹബുകാരൻ ശുദ്ധിയാവാൻ ഉപയോഗിച്ച വെള്ളമാണെങ്കിലും അതെന്താവില്ല, ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം. ഓ സബീൻ, അല്ലെങ്കിൽ കുട്ടി. ലം യുമയ്യിസ്, വകതിരുവെത്താത്ത കുട്ടി ഉപയോഗിച്ചതും പാടില്ല. ലി തവാഫിൻ, തവാഫിന് വേണ്ടി ഒരു വകതിരുവെത്താത്ത കുട്ടി ഉപയോഗിച്ചതാണ്, എന്നാലും അതും മുസ്തഅമലായ വെള്ളമാണ്, അതും ഉപയോഗിക്കാൻ പാടില്ല. വ ഇസാലത്തു നജസിൻ, അതുപോലെ നജസിനെ നീക്കാനും ഉപയോഗിച്ചതാവാൻ പാടില്ല. വലവും അഫ്വൻ അൻഹു, അതായത് അതിന് അഫു കൊടുക്കപ്പെടുന്ന നജസാണ്, അത്രയും കുറഞ്ഞ നജസേ ഉള്ളൂ. കലീലൻ ഐ ഹാല കൗനിൽ മുസ്തഅമലി കലീലൻ, ആ മുസ്തഅമല് വളരെ തുച്ഛമാണെങ്കിലും ശരി, അതും ഈ വെള്ളത്തിൽ പെടുകയില്ല. ഈ ദൂനൽ കൊല്ലത്തിന്, 2 കൊല്ലത്തിന് താഴെയായ വെള്ളത്തിലാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അത് പറ്റൂല. ഫഇൻ ജമാൽ മുസ്തഅമലു, ഇനി മുസ്തഅമലായ വെള്ളത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി. ബലാൽ കുല്ലത്തേനി, അത് 2 കുല്ലത്ത് വെള്ളം എത്തി. അപ്പോൾ കുറച്ച് മുസ്തഅമലായ വെള്ളങ്ങൾ ബക്കറ്റിലായിരുന്നു, അതിനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അത് 2 കുല്ലത്തെത്തിയാൽ മുത്തഹറുൻ, അത് വീണ്ടും ശുദ്ധിയുള്ള വെള്ളമായി തീർന്നു. കമാലോ ജമാൽ മുത്തനജിസു, അത് ഏതുപോലെ നജസായ ഒരു വെള്ളങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടി. ബലാൽ കുല്ലത്തേനി, അത് 2 കുല്ലത്തെത്തിച്ചു. അപ്പോഴോ വലമ്യ തയ്യർ, അതിന് യാതൊരു പകർച്ചയും വന്നിട്ടില്ല എങ്കിൽ അതും ശുദ്ധിയുള്ളതാണല്ലോ. വൈൻ കല്ല ബാദു ബി തഫ്രീഖി, ഇനി അത് എന്താവും, ശേഷം അതിനെ ഉപയോഗിക്കാനോ മറ്റു കാരണങ്ങൾക്കോ എടുത്തുകൊണ്ട് അത് കുറഞ്ഞു പോവുകയാണെങ്കിലും ശരി, 2 കുല്ലത്ത് എത്തിയാൽ അതിൽ പകർച്ചയൊന്നും വന്നിട്ടില്ലെങ്കിൽ മുത്തനജിസായ വെള്ളം പോലും എന്താണ്, ശുദ്ധിയുള്ളതായിത്തീരും. ഉലിമ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മനസ്സിലായി, അന്നൽ ഇസ്തിമാല, ഉപയോഗിക്കുക എന്നുള്ളത് ലാ യസ്ബുതു ഇല്ലാ മാ കില്ലത്തിൽ മാർ, അത് സ്ഥിരപ്പെടുകയില്ല വെള്ളം കുറയൽ കൊണ്ടല്ലാതെ, ഈ 2 കുല്ലത്തിന് താഴെ പോകൽ കൊണ്ടല്ലാതെ അത് ഉപയോഗിച്ച വെള്ളമാണ് എന്നുള്ളത് എന്താവുകയില്ല, സ്ഥിരപ്പെടുകയില്ല. അതായത് ബാദ ഫസ്ലിഹി അൻ മഹല്ലിൽ മുസ്തഅമലി, അതിനെ ഉപയോഗിച്ച മഹല്ലിനെ തൊട്ട് അത് വേർതിരിഞ്ഞതിന് ശേഷമല്ലാതെ. വലോ ഹുക്കുമൻ, അത് ഹുക്കുമൻ നിലക്കാണെങ്കിലും ശരി. അപ്പോൾ ഈ ഹുക്കുമൻ നിലക്ക് എന്ന് പറയുന്നത് കാഞ്ചാവത മൻകിബുൽ മുത്തവല്ലി, ഒരാൾ വുളൂ ചെയ്യുന്നു, അയാളുടെ ചുമല് വിട്ടുകിടന്ന് വെള്ളം, കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം ചുമലും വിട്ടുകിടന്ന് പോകുന്ന പക്ഷം, ഔ റക്കബത്തു, അല്ലെങ്കിൽ അവൻ്റെ മുട്ട് വിട്ട് കിടന്ന ആ വെള്ളം പോവുകയാണെങ്കിൽ, ഫൈൻ ആദലി മഹല്ലിഹി, അത് അതേ സ്ഥലത്തേക്ക് തന്നെ ഒലിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ്. അല്ലെങ്കിൽ ഔ ഇൻതകല മിൻ യദിൻ ഇലാ ഉഖ്റ, ഒരു കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം മറ്റൊരു കൈയിലേക്ക് മാറി വരികയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ആ മുസ്തഅമലായ വെള്ളം എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നത്. നാമെങ്കിലും ലാ യദുറു ഫിൽ മുഹ്ദിസി
വുളൂ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല. ഇൻഫിസാലുൽ മായി മിനൽ കഫി, കൈവെള്ളയിൽ നിന്നും വെള്ളം വിട്ടുപിരിയലില്ല. സായിദി, കണം കയ്യിലേക്ക്. അതായത് സ്വാഭാവികമായും കയ്യിൽ വെള്ളം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ കയ്യിലേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അത് ബുദ്ധിമുട്ടില്ല. വലാഫി ഫിൽ ജുനുബി, ജനാബത്തുകാരനിൽ ബുദ്ധിമുട്ടില്ലാത്തതുപോലെ ഇൻഫിസാലുഹു മിനർ റാസി, തലയിൽ സ്വാഭാവികമായും വെള്ളം ഒഴിക്കുമ്പോൾ ഇലാ നഹ്വി സദിർ, അത് നെഞ്ഞു പോലോത്തതിലേക്ക് ഒലിച്ചിറങ്ങും, സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും എന്തില്ല, മഹല്ല് വിട്ടുപിരിയൽ കൊണ്ട് മുസ്താമലായി തീരുകയില്ല. മിമ്മായാലുബ് ഫീഹി തക്കാദുഫ, ഒറ്റിവിയൽ സ്വാഭാവികമായും സംഭവിക്കുന്നിടങ്ങളിൽ അവയങ്ങളിലൊന്നും അത് ബുദ്ധിമുട്ടാവുകയില്ല. ഫർഓൻ, മറ്റൊരു ഫർആണിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ അദ്ഖലൽ മുതവല്ലിയു യദഹു, ഒരു വുളൂ ചെയ്യുന്ന ആൾ തൻ്റെ കയ്യെ പ്രവേശിപ്പിച്ചാൽ ബി കസ്ജിൽ അസ്ലി അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് കഴുകുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി, ഔലാബി കസ്തിൻ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശവുമില്ല, പക്ഷേ ബാധ നീയത്തിൽ ജുനുബി, ജനാബത്തിൻ്റെ നിന്ന് ശുദ്ധിയാകുന്നു എന്നുള്ള നീയത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഔ തസ്ലീസു വജിഹിൽ മുഹദിസി, അല്ലെങ്കിൽ ഒരു വുളൂ ചെയ്യുന്ന ആള് മൂന്ന് വട്ടം കഴുകുന്നു എന്നുള്ള ആ നീയത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ഔ ബാദൽ അസ്ലത്തിൽ ഊല, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രാവശ്യം അവൻ കഴുകി കഴിഞ്ഞു, ഇൻ കസറൽ ഇക്തിസാറു അലൈഹ, ഒരു വട്ടം മാത്രമേ അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, എന്നിട്ട് അവൻ കയ്യെ പ്രവേശിച്ചാൽ ബിലാ നീയത്തി ഇഅ്തിറാഫിൻ, ഒരു കോരിയെടുക്കുന്നു എന്നുള്ള നീയത്തൊന്നുമില്ലാതെ, വലാ കസ്ദി അഖദിൽ മായി ലി അർളിൻ ആഹറ, മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി വെള്ളം എടുക്കുന്നു എന്നുള്ള നീയത്തും വെച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ സാറ മുസ്താമല ബിൻ നിസ്ബത്തിൽ ഐരിയദിഹി, അവൻ്റെ കയ്യിലെടുത്ത വെള്ളമല്ലാത്ത ബാക്കി വെള്ളത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആ വെള്ളമെല്ലാം മുസ്താമലായി തീർന്നിട്ടുണ്ട്. ഫലഹു, അപ്പോൾ അവനിക്കുണ്ട് യാസില ബിമാഫിഹ, അവൻ്റെ കയ്യിലുള്ളത് ഉപയോഗിക്കാം, അത് മുസ്താമലായിട്ടില്ല, ബാക്കിയുള്ള എല്ലാ വെള്ളവും മുസ്താമലായി തീരുന്നതാണ്. ബാക്കി അവൻ്റെ ബാക്കി കൈകൾ കഴുകാൻ വേണ്ടി കയ്യിലുള്ള ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും, ബാക്കിയുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, അത് മുസ്താമലായി തീർന്നു. അയറു മുത്തായിരിൻ, പകർച്ചയാവാത്ത വെള്ളവുമായിരിക്കണം. അപ്പം മാവമുത്തലക്കിനെ കുറിച്ച് അയറു മുസ്താമലായിരിക്കണം, പിന്നെ അയറു മുത്തായിറൻ പകർച്ചയാവാത്തതുമായിരിക്കണം. തായ്യുറൻ കസീറൻ, അധികരിച്ച രീതിയിലുള്ള പകർച്ചയാവൽ. എങ്ങനെയാണ്? ബി ഐസു യംനൗൽ ഇത്ലാഖൽ ഇസ്മൽ മായി അലൈഹി, അതിൻ്റെ വെള്ളം എന്ന പേര് പറയപ്പെടുന്നതിനെ തടയുന്ന രീതിയിലുള്ള പകർച്ചയാവാൻ പാടില്ല. എങ്ങനെയാണ് അങ്ങനെ പേര് മാറുന്ന രീതിയിലുള്ള പകർച്ചയാവൽ? ബി അൻ തായ്യർ അഹദു സിഫാത്തി, വെള്ളത്തിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണങ്ങൾ പകർച്ചയാവുക, മാറ്റം സംഭവിക്കാം. മിൻ താമിൻ, ഒന്നെങ്കിൽ രുചി മാറുക, അല്ലെങ്കിൽ ലൗനിൻ, നിറം മാറുക, അല്ലെങ്കിൽ റീഹിൻ, സ്മെല്ല്, മണം, ഇതൊക്കെ എന്താകുക, മാറുക. വലോ തക്ദീരിയൻ, അത് സങ്കല്പികമാണെങ്കിലും ശരിയാവും. കാനത്തായൂർ, അല്ലെങ്കിൽ പകർച്ചയാവലായി ബിമാ അല ഉളുവിൽ മുത്തത്വഹിരി, ശുദ്ധിയാകുന്നവൻ്റെ അവയവത്തിലുള്ള വല്ലതുകൊണ്ടും അത് പകർച്ചയായാലും ഫിൽ അസഹി, അസഹായ അഭിപ്രായപ്രകാരം അങ്ങനെ അവയവത്തിലുള്ള ഒന്നുകൊണ്ട് അവൻ ഉപയോഗിക്കുന്ന സമയത്ത് പകർച്ചയായാലും അത് ശരിയാവുകയില്ല. ഇന്നമായി വസിറു തയ്യുറു ഇൻ കാന ബി ഖലീത്തിൻ, ആ തയ്യുറ് തസീർ സ്വാധീനം ചെലുത്തുക എപ്പോഴാണ്? ഇൻ കാന ബി ഖലീത്തിൻ, അതൊരു മിക്സ് ആവുന്ന ഒരു വസ്തു കൊണ്ടാണെങ്കിൽ, കൂടിക്കലരുന്ന വസ്തു കൊണ്ടാണെങ്കിൽ, ഐ മുഖാലിത്തുൻ ലിൽ മായി, വെള്ളത്തോട് വല്ലതും കൂടിക്കലരുന്നതാണെങ്കിൽ, വഹുവ മാ ലാ യതമയ്യസു ഫീ റഅയിൽ ഐനി, ഏത് നിലക്ക് ആ ഖലീത്ത് എന്താണ്? ആ കൂടിക്കലരുന്ന വസ്തു ലാ യതമയ്യസു, വേർതിരിക്കാൻ കഴിയുകയില്ല, ഫി റഅയിൽ ലൈനി, ഒരാൾക്ക് നോക്കിയാൽ അത് ആ തടിയെ മാത്രം വേർതിരിച്ച് നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള പകർച്ചയാവൽ അല്ലെങ്കിൽ കൂടിക്കലരൽ അത് കൂടിക്കലർന്നിട്ടുണ്ടെങ്കിലാണ് അത് ബുദ്ധിമുട്ടാവുക. ത്വാഹിരിൻ, ശുദ്ധിയുള്ളത് തന്നെയാണ്. വക്കത് അനൽ മാവു അൻഹു, വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം ആ സാധനം വെള്ളത്തിന് ആവശ്യമില്ലാത്തതാണ്. അങ്ങനത്തെ രീതിയിലുള്ള കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ കസോഫറാനിൻ, കുങ്കുമം വെള്ളത്തോട് കലർന്നു, വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളമായി നിലനിൽക്കണമെങ്കിൽ കുങ്കുമത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരം, പക്ഷേ കുങ്കുമം എന്താണ്? അത് ശുദ്ധിയുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വസ്തു വെള്ളത്തോട് കൂടി ചേർന്നു, അതിനെ നോക്കുമ്പോൾ രണ്ടിനെയും, വെള്ളത്തെ വേറെയും കുങ്കുമത്തെ വേറെയും വേർതിരിച്ച് കാണാൻ സാധിക്കാത്ത രീതിയിൽ കൂടിച്ചേർന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ വസമരി ഷജരിൻ, മരത്തിലെ പഴങ്ങൾ, നബത്ത കുർബൽമായി, വെള്ളത്തിനടുത്ത് ഏതെങ്കിലും ഒരു കിണറിൻ്റെ അടുത്തൊക്കെ പഴം കായ്ക്കുന്ന മരമുണ്ട്, അതിൽ നിന്ന് പഴം വീണോ, അല്ലെങ്കിൽ വറക്കിൻ, അല്ലെങ്കിൽ ഇലകൾ എങ്ങനത്തെ തുരിഹ സുമ്മത്തഫത്തത്,
ആ വെള്ളത്തിലേക്ക് ഇലകൾ കൊണ്ടുപോയി ഇട്ടു. സുമ്മത്ത ഫത്തത്ത, പിന്നെ അതെന്താക്കി, അതെല്ലാം പൊടിഞ്ഞെന്തായി, പകർച്ചയായി. ലാ തുറാബിൻ, മണ്ണ് പ്രശ്നമില്ല. വമിൽഹുമായിൻ, അതേപോലെ വെള്ളത്തിലെ ഉപ്പ് പ്രശ്നമില്ല. വൈൻ തുരിഹാ ഫീഹി, അത് അതിൽ കൊണ്ടുപോയി ഇട്ടാലും ശരി. അപ്പോൾ ഒരാൾ കുറെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മണ്ണ് കൊണ്ടുപോയിട്ടു അല്ലെങ്കിൽ ഉപ്പ് കൊണ്ടുപോയിട്ടു, ഇവ രണ്ടും അതിലേക്ക് ഇടപെട്ടതാണെങ്കിലും ശരി, അതുകൊണ്ട് വെള്ളം പകർച്ചയാവുകയില്ല. വലായലുറു, അതുപോലെ ബുദ്ധിമുട്ടാവുകയില്ല. തായ്യുറുൻ, പകർച്ചയാവൽ. എങ്ങനത്തെ പകർച്ചയാവലാണ്? ലാ യംനഉൽ ഇസ്മ, ആ വെള്ളം എന്ന പേരിനെ അത് തടുക്കുകയില്ല. ലിക്കില്ലത്തി, ഒന്നെങ്കിൽ ആ പകർച്ചയാവൽ വളരെ കുറഞ്ഞതായത് കാരണമായിക്കൊണ്ട്, വലോ ഇഹ്തിമാലൻ, അതൊരു സാധ്യതയാണെങ്കിലും ശരി, അത് ബുദ്ധിമുട്ടില്ല. ബിയൻ ഷക്ക ഹുവ കസീറുൻ ഔ കലീലുൻ, ഏതുപോലെ ഒരാൾ സംശയിച്ചു ആ പകർച്ചയാവൽ അധികമുണ്ടോ അല്ലെങ്കിൽ കുറച്ചാണോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പകർച്ചയാവലേ അതായിട്ടുള്ളൂ. അത്തരം പകർച്ചയ്ക്ക് എന്തില്ല, ബുദ്ധിമുട്ട് ഇല്ല. വഹറജ ബി കൗലി, എൻ്റെ വാക്കുകൊണ്ട് പുറത്തുപോയി. ബി ഖലീത്തിൻ, നേരത്തെ ഖലീത്തായ സാധനങ്ങൾ, അതായത് അലിഞ്ഞു ചേരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കപ്പെട്ടാൽ മുജാവിറു, അടുത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്ന വസ്തു. വഹുവ മാ യതമയ്യസുലിന്നാദിരി, നോക്കുന്നവന് വേർതിരിച്ച് കാണാൻ പറ്റുന്ന വസ്തുവാണ് ഇനി വെള്ളത്തോട് കൂടിച്ചേർന്നതെങ്കിൽ. കഊദിൻ, അല്ലെങ്കിൽ ഊത് കൊള്ളിക്കഷ്ണം. വധുഹിനിൻ, അല്ലെങ്കിൽ നെയ്യ്, എണ്ണ. വലോ മുത്തയ്യിബേനി, അത് രണ്ടും സുഗന്ധമുള്ള സ്മെല്ലുള്ള വസ്തുക്കളാണെങ്കിലും ശരി. അതുപോലെ വമിൻഹുൽ ബുഖൂറു, അതിൽപ്പെട്ടതാണ് പുക. വൈൻ കസുറ, അതെത്ര അധികരിച്ചതാണെങ്കിലും ശരി. വലഹറ നഹവിരീഹി, അതിൻ്റെ സ്മെല്ല് പോലത്തത് വെള്ളത്തിന് ഉണ്ടായാലും ശരി. ഫിരീഹി വൈരിഹി ഖിലാഫൻ ലിജമീൻ, പക്ഷെ ഒരു വിഭാഗം ആളുകൾ പുക അതിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അവർക്കെതിരായിക്കൊണ്ട്. വമിൻഹു, അതിൽപ്പെട്ടതാണ് ഐലൻ മാ ഉൻ ഉലിയ ഫീഹി നെഹ്വു ബുരിൻ, ഗോതമ്പ് പോലത്തത് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ വതംരിൻ, കാരക്ക തിളപ്പിച്ച വെള്ളം. ഹൈസു ലം യൗലം ഇൻഫിസാലു ഐനിൻ മുഖാലിത്തിൻ ഫീഹി, ആ കാരക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഗോതമ്പിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വിട്ടുപിരിഞ്ഞ് ആ വെള്ളത്തോട് കൂടിച്ചേർന്നതായി അറിയപ്പെട്ടിട്ടൊന്നുമില്ല. എങ്ങനെ? ബിയൻ ലം യസിൽ ഇലാ ഹദ്ദിൻ, ആ വെള്ളം ഒരു പരിധിയിലേക്ക് എത്തിയിട്ടില്ല. ബിഹൈസു യഹ്ദുസു ലഹു ഇസ്മുൻ ആഹറ, ആ വെള്ളത്തിന് മറ്റൊരു പേര് പറയപ്പെടുന്ന രീതിയിലേക്കുള്ള അവസ്ഥയിലേക്കൊന്നും ആ വെള്ളം എത്തിയിട്ടില്ല. ഈ ഗോതമ്പ് കാരക്കൊക്കെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി. ഏതുപോലെ മറ്റൊരു പേര് എന്ന് പറയുന്നത് കൽ മിർക്കത്തി, കറി എന്ന് പറയപ്പെടാൻ എത്തുന്ന അവസ്ഥയിൽ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പേര് മാറി അത് അവിടുന്ന് കറിയായി മാറുമല്ലോ. അത്തരം രീതിയിലേക്ക് ഒന്നും തന്നെ വെള്ളത്തോട് തിളപ്പിച്ചതിന് ശേഷവും കൂടി കലർന്നിട്ടില്ല എങ്കിൽ. വലോ ഷക്ക, ഇനി ഒരാൾ സംശയിച്ചു. ഫീ ഷെയ്ഹിൻ, ഒരു വസ്തുവിൽ സംശയിക്കുകയാണ്. മുഖാലിത്തുൻ ഹുവ അം മുജാവിറുൻ, അത് മുഖാലിത്താണോ അല്ലെങ്കിൽ മുജാവിർ ആണോ എന്നൊരു വെള്ളം കണ്ടിട്ട് ഒരാൾക്ക് സംശയമായാൽ ഫലഹു ഹുക്കുമുൽ മുജാവിരി, അപ്പോൾ സ്വാഭാവികമായും അവിടെ കൊടുക്കുക മുജാവിറിൻ്റെ ഹുക്കും എന്താണോ അതാണ് ആ വെള്ളത്തിന് നൽകേണ്ടത്. വബി കൗലി ഇനൽ മാവു എന്നുള്ള കൗല് കൊണ്ട് നേരത്തെ പറഞ്ഞത് വെള്ളത്തിന് ആ സാധനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പുറത്തുപോയി. മാലാ യസ്താനി അൻഹു, വെള്ളത്തിന് ആവശ്യമുള്ള സംഗതികൾ, കുറേ വെള്ളത്തിന് ആവശ്യമുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ പേര് വന്നത് എങ്കിൽ കുഴപ്പമില്ല. കമാഫി മക്കരിഹി, ഒന്നെങ്കിൽ അത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഇതാണ് വന്നത്. വമ്മരി, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളാണ് അതിലേക്ക് കലർന്നത് എങ്കിൽ കുഴപ്പമില്ല. നഹു തീനിനേതുപോലെ ചളി, തുഹലുബിൻ ചമ്മി, അതുപോലെ മുഫത്തത്ത്, അതിങ്ങനെ ചീഞ്ഞിട്ടുണ്ട്. ബക്കിബിരീത്തിൻ, ഗന്ധകം പോലെ. വക്കത്തൈരി, ഏതുപോലെ. ബി തൂലി മക്സിൻ, കുറേ അവിടെ കെട്ടി നിൽക്കൽ കൊണ്ടാണ് അത് പകർച്ചയായത്. ഔ ബി ഔറാക്കി മുത്തനാസിറ ബിനഫ്സിയ, സ്വയം പൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ടാണ് അതെന്തായത്. എങ്ങനെ? വൈൻ തഫത്തത്ത്, അതെന്തായി, നുരുമ്പിച്ചു പോയി. കുറേ ഇല വീണു, കുറേ കാലങ്ങൾക്ക് ശേഷം അതൊക്കെ ദ്രവിച്ച് നുരുമ്പിച്ച് ആ വെള്ളത്തിൽ കൂടി കലർന്നതാണ്. ബൗദ്ധത്തി ഷജറത്വനിൽ മായി, വെള്ളത്തെ തൊട്ട് മരം കുറേ വിദൂരത്താണ്, പക്ഷേ കാറ്റത്തൊക്കെ പാടെ എല്ലാം കൂടി വന്ന് ഇങ്ങനെ ആയതാണ് എങ്കിലും അതൊന്നും എന്തില്ല, പ്രശ്നമില്ല. ഔ ബി നജസിൻ, നജസ് കൊണ്ട്. അത് അത്തുഫ് ചെയ്യുന്നത് ബി ഖലീത്തിൻ എന്നുള്ളതിലേക്കാണ്. അപ്പം ആയതാവാൻ പാടില്ല ഖലീത്ത് കൊണ്ടോ നജസ് കൊണ്ടോ. വൈൻ കല്ലത്തൈറു, നജസ് കൊണ്ട് പകർച്ചയാകുന്നത് വളരെ കുറച്ചാണെങ്കിലും ശരി. വലു കാനൽ മാവു കസീറൻ, വെള്ളം അധികരിച്ച വെള്ളമാണ്. ഐ കുല്ലത്തിന്, അതായത് 2 കുല്ലത്തെത്തുക. ഔ
ഔ അക്സർ അല്ല 2 കൊല്ലത്തിനേക്കാൾ മുകളിലുണ്ട് ഫി സൂറത്തെ താഹിരിൻ ബി താഹിരി ശുദ്ധമായ ഒരു വസ്തു കൊണ്ട് പകർച്ചയാവുന്ന രൂപത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ നജസ് കൊണ്ടാണ് രൂപത്തിലാണെങ്കിലും ശരി. അപ്പോൾ ഈ 2 കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൽ കുല്ലത്താനി 2 കൊല്ലത്ത് ബിൽ വസിനി തൂക്കം വെച്ച് നോക്കുമ്പോൾ ഹംസ മിയത്തുർ റിത്തിലിൻ ബാദാദിയിൻ തക്രീബൻ ബാദാദി റിത്തിൽ പ്രകാരം 500 റിത്തിലാണെന്ത് ഈ തൂക്കം പ്രകാരം 2 കൊല്ലത്ത് ഏകദേശം. വബിൽ മിസാഹത്തി എന്ന കോലളവ് വെച്ച് നോക്കുമ്പോൾ ഫിൽ മുറബായി ഒരു ചതുരത്തിലുള്ള ഹൗലാണ് എങ്കിൽ സിറാഉം വറുബോൻ ഒരു മുയവും വറുബോൻ ഒരു മുയത്തിൻ്റെ 4/1 തൂലൻ വാറല്ലൻ വൗംകൻ ഏതിനാൽ തൂലം വാറല്ലൻ നീളത്താലും വീതിയാലും ഉംകൻ ആയത്താൽ ബി സിറാഇൽ യദിൽ മുഅ്തദിലി ഒരു മിതമായ ആളുടെ ഒരൊറ്റ മുയമാണ് ഇത് ആയത്താലും വേണ്ടത്. വഫിൽ മുദവ്വിരി ഇനി വട്ടത്തിലുള്ള ഹൗലാണ് അല്ലെങ്കിൽ വട്ടത്തിലുള്ള ഒരു പാത്രമാണ് എങ്കിൽ സിറാഉം മിൻ സാഇൽ ജവാനിബി ബി സിറാഇൽ ആദമി ഒരു മനുഷ്യൻ്റെ ഒരു മുയം ചുറ്റളവ് മൊത്തത്തിൽ വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ അല്ലെങ്കിൽ വട്ടത്തിലുള്ള ഹൗലാണെങ്കിൽ. വദിറാആനി ഉംകൻ ഇനി ആയത്തിൽ എത്രയും 2 മുയവുമാണ് ബിസിറാഇൻ നജ്ജാരി ആശാരിയുടെ മുയപ്രകാരം അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആശാരിയുടെ അളവും ആദമീൻ്റെ അളവും വ്യത്യസ്തമാണ്. കാരണം വഹുവ സിറാഉം വറുബോൻ ആശാരിയുടെ ഒരു മുയം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മുയവും ഒരു മുയത്തിൻ്റെ 4/1 വരുന്നതാണ്. വലാ തനജസ കുല്ലത്താമായി 2 കുല്ലത്ത് വെള്ളം നജസാവുകയില്ല. വലോ എഹ്തിമാലൻ അത് സാധ്യതയാണെങ്കിലും ശരിക്കാൻ ഷക്ക ഫീമായിൻ ഒരു വെള്ളത്തിൽ ഒരാൾ സംശയിച്ചു ആ ബലാഹുമ അംല അത് രണ്ടും 2 കുല്ലത്തെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ അതിൽ പ്രശ്നമില്ല, അത് നജസാവുകയില്ല. വൈൻ തയക്കനത്ത് ഇനി ഒരാൾ ഉറപ്പിച്ചു കില്ലത്തുഹു ആ വെള്ളം കുറയുന്നതും അവൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി കബിലു മുമ്പ് അത് 2 കൊല്ലത്തില്ലായിരുന്നു അവനക്കെന്ന് ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ അവനക്ക് സംശയമാണ് അത് 2 കൊല്ലത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ബിമുലാക്കാത്തി നജസിൻ ഇപ്പോൾ ബിമുലാക്കാത്തി നജസിൻ മാലം യതായ്യർ ബിഹി ഒരു നജസ് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് അത് 2 കൊല്ലത്ത് ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് അതിനോട് നജസ് ചേർന്നിട്ടുണ്ട്. അത് പക്ഷെ അന്ന് പകർച്ചയായിട്ടൊന്നും ഇല്ല എങ്കിലും അത് പിന്നീട് 2 കൊല്ലത്ത് എത്തിയോ എന്ന് സംശയിച്ചാൽ അത് നജസാവുകയില്ല. വൈൻ ഉസ്തോലിക്കത്തിൻ നജാസത്ത് ഫീഹി അതിൽ നജാസത്ത് കൂടി കലർന്നിട്ടുണ്ടെങ്കിലും ശരി. വലാ യജിബു നിർബന്ധമില്ല തബാവുദും മിൻ നജസിൻ ഫീ മായിൻ കസീരിൻ അധികരിച്ച വെള്ളത്തിൽ നജസ് തൊട്ട് വിദൂരത്താവൽ നിർബന്ധമൊന്നുമില്ല. കാരണം അധികരിച്ച വെള്ളത്തിൽ കുറച്ച് നജസ്സായാലും അത് പകർച്ചയാകാത്ത കാലത്തോളം അത് ബുദ്ധിമുട്ടില്ല. ഇതുപോലെ വലവുബാല അപ്പോൾ ഒരാൾക്കൊരു കുട്ടി മൂത്രം ഒഴിച്ചു അല്ലെങ്കിൽ ഒരാൾ മൂത്രം ഒഴിച്ചോ ഫിൽ ബഹരി കടലിൽ മസലൻ ഒരു ഉദാഹരണം ഫർത്തഫാത്ത് മിൻഹു റാവത്തുൻ അപ്പോൾ അതിൽ നിന്ന് നുര ഇങ്ങനെ ഉയർന്നു പൊങ്ങി വരികയാണ്. ഫഹിയ നജസത്തുൻ ശരിക്കും ആ നുര എന്താണ്? നജസാണ്. ഇൻ തുഹക്കിക്ക അന്നഹ മിൻ ഐനിൻ നജാസ എപ്പോഴാണത് നജസാകുക? അത് അവനക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നജസിൽ നിന്ന് വരുന്ന ആ മൂത്രം തന്നെയാണ് പതഞ്ഞു പൊങ്ങി വരുന്നത് എന്ന് അവനക്ക് ഉറപ്പാണെങ്കിൽ അത് നജസാണ്. ഓ മിനൽ മുതായിരി അഹദു ഔസാഫിഹി ബിഹ അല്ലെങ്കിൽ അവൻ മൂത്രമൊഴിച്ചത് കാരണം വെള്ളത്തിനോട് അത് കൂടിക്കലർന്ന് വെള്ളം എന്നുള്ള ആ സിഫത്തിനെ പകർച്ചയാക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഭാഗം നജസാണ്. വയില്ല അങ്ങനെ ഉറപ്പൊന്നുമില്ല എങ്കിൽ അത് നജസുമല്ല. വലോ തുരിഹത്ത് ഫീഹി ബാരത്തുൻ ഇനി ഒരു ഉദാഹരണത്തിന് ഒരാളെന്താക്കി ഒരു ഒട്ടകത്തിൻ്റെ കാഷ്ടം ഇട്ടു വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ വക്കായത്ത് മിൻ അജലി തുർഹി അപ്പോൾ അവൻ്റെ ആ ഏറ് കാരണം ഇടൽ കാരണം കത്രത്തുൻ അലാ ഷെയ്ഇൻ ലം തനജസു അതായത് അവൻ്റെ മേലേക്ക് ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെ മേലേക്ക് അവനത് എറിഞ്ഞത് കാരണം ആ വെള്ളത്തിൽ നിന്നൊരു തുള്ളി തെറിച്ചു വീണാൽ ലം തനജസു അതതിനെ നജസാക്കുകയില്ല. കാരണം അത് ഭാരത്തിൻ്റെ നജസിൻ്റെ വസ്തുവിൽ നിന്നാണ് എന്ന് അവനക്ക് ഉറപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും എന്തില്ല, അത് നജസാക്കുകയില്ല.
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അധികരിച്ച വെള്ളത്തിലാണ്, 2 കൊല്ലത്തിൻ്റെ മുകളിലുള്ള വെള്ളത്തിലാണ്. പക്ഷേ യഞ്ചുസു കലീലുൽ മായി, 2 കൊല്ലത്തിന് താഴെയുള്ള വെള്ളം നജസ്സാകും. വഹുവമാ ദൂനൽ കുല്ലത്തേനി, 2 കൊല്ലത്തിന് താഴെയുള്ള വെള്ളം. ഹൈസുലം യക്കുൻ വാരിദൻ, അതൊരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നത് ആയിട്ടില്ലെങ്കിൽ, അതായത് ഒരു വസ്തുവിൻ്റെ മുകളിലോട്ട് പൈപ്പിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ മുകളിലോട്ട് വരുന്ന വെള്ളം അത് 2 കൊല്ലത്തില്ലെങ്കിലും അത് വസ്തുവിൽ തട്ടി പിന്നെ പോകുമ്പോൾ പിന്നെ പുതിയ വെള്ളമാണല്ലോ വരുന്നത്, അത് ഉറപ്പാണ്. പക്ഷേ അതൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയ ഹൗലിലോ ഉള്ള വെള്ളമാണ്, 2 കൊല്ലത്തില്ല എന്നുറപ്പാണ്. അങ്ങനത്തെ വെള്ളം നജസ്സാകും. എപ്പോൾ? ബി വസൂലി നജസിൻ ഇലേഹി യറാബിൽ ബസരിൽ മോത്തതിൽ, സാധാരണക്കാരൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലുള്ള ഒരു നജസ് അതിലേക്ക് എത്തിയാൽ തന്നെ അതെന്താവും? നജസ്സായി തീരുന്നതാണ്. കാരണം പൈപ്പിലുള്ള വെള്ളത്തിൽ ഒരിക്കലും ഒരു നജസ്സായ വസ്തു കാണിച്ചു കൊടുത്താൽ അതിൽ തട്ടി വീഴുന്ന വെള്ളം പിന്നെ അതിന് ശേഷം വരുന്ന വെള്ളം നജസ്സായിക്കൊള്ളുന്നില്ല. കാരണം അത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളമാണ്. അതേപോലെ എല്ലാ ഒരു പാത്രത്തിലുള്ള വെള്ളം പാത്രത്തിലേക്കുള്ള വെള്ളത്തിലേക്ക് നജസ് തട്ടൽ കൊണ്ട് തന്നെ അതെന്തായി തീരും? നജസ്സായി തീരുന്നതാണ് 2 കൊല്ലത്തിന് താഴെയാണെങ്കിൽ. ഐരി മഅഫൂഇൻ അൻഹു ഫിൽ മായി, വെള്ളത്തിൻ്റെ വിഷയത്തിൽ നോക്കുമ്പോൾ അതിനെ കൊണ്ട് യാതൊരു അഫവും ഇല്ല, അത്തരം നജസാണ് അതിലേക്ക് ചേർന്നതെങ്കിൽ. വലോ മഅഫൂഇൻ അൻഹു ഫി സ്വലാത്തി, ചിലപ്പോൾ നിസ്കാരത്തിൽ അതിന് അഫു ഉണ്ടായേക്കാം. കായിരിഹി, മറ്റുള്ളത് നജസാവുന്നത് പോലെ തന്നെ. മിൻറത്തുബിൻ, നനഞ്ഞതിൽ നിന്ന്. വമായിൻ, അതുപോലെ ദ്രാവകങ്ങളിൽ നിന്നും. മറ്റുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലത്തതൊക്കെ നജസാവുന്നത് പോലെ. വൈൻ കസുറ, അത് അധികരിച്ചതാണെങ്കിലും ശരി. അപ്പോൾ അതിന് അഫു ഉണ്ടാവുകയില്ല. മറ്റേ വിഷയങ്ങളിൽ അഫു ഉണ്ടെങ്കിലും ശരി, വെള്ളത്തിൻ്റെ വിഷയത്തിൽ അഫു ഇല്ലാത്ത സംഗതികൾ പോലെ. ലാ ബി വസൂലിൽ മൈത്തത്തി ലാ ദമ ലിജിൻസിഹ സായിലുൻ, അതുപോലെ നജസാവുകയില്ല ബി വസൂലി മൈത്തത്തിൻ, ശവം വീയൽ കൊണ്ട്. എന്തിൻ്റെ ശവമാണ്? ലാ ദമ ലിജിൻസിഹ, അതിൻ്റെ ആ ജിൻസിന്, ആ ഇനത്തിന് രക്തമില്ല. സായിലുൻ, ഒഴുകുന്ന രക്തം ഇല്ലാത്ത ജീവികൾ. ഇന്ത ഷക്കി, അതിന് ഉദുവിൻ മിൻഹ, അതിൻ്റെ ഏതെങ്കിലും ഒരു അവയവം പൊട്ടിപ്പോയാൽ അതിനെന്തില്ല? രക്തമുണ്ടാവാത്ത ജീവികളുണ്ട്. അത്തരം ജീവികൾ വെള്ളത്തിൽ വീണാലും അതിനെന്താവുകയില്ല? നജസാവുകയില്ല. ഏതുപോലെ? അങ്ങനത്തെ ജീവികൾക്ക് ഉദാഹരണം അക്രബിൻ, തേള്, വസായിൻ, പല്ലി പോലത്തത്. അതിനൊന്നും ഒഴുകുന്ന രക്തമില്ല. ഇല്ല ഇൻ തൊയ്യിറാത്, പകർച്ചയായാലൊഴികെ. മാസാബത്തുഹു, അത് വീണൊന്ന് പകർച്ചയായിട്ടുണ്ട്, അതുപോലെ കുറേ ദിവസമായി അതിൽ ചീഞ്ഞ് വന്നിട്ടുണ്ട് എങ്കിലൊഴികെ. വലു യസീറൻ, അത് കുറച്ചാണെങ്കിലും ശരി. ഫഹീന ഇത് യഞ്ചുസു, അപ്പോൾ അത് നജസാകും. അതായത് അഴുകിയിട്ടുണ്ടെങ്കിൽ, കുറേ ചത്ത് കടന്നിട്ട് അത് അഴുകിയിട്ടുണ്ടെങ്കിൽ അത് പകർച്ചയാവും, സ്വാഭാവികമായിട്ടും അത് നജസാവുകയും ചെയ്യും. ലാ സർത്താന വഫ്ദ, തവളയും ഞെണ്ടുമല്ല. ഫയഞ്ചുസു ബിഹിമ, അപ്പോൾ ഈ ജീവികളിൽ എന്ത് പെടൂല? തവളയും ഞെണ്ടും പെടുകയില്ല. അത് രണ്ടും കൊണ്ട് നജസാവുന്നതാണ്. ഖിലാഫൻ ലിജമിൻ, ഒരു വിഭാഗം ആളുകൾക്ക് എതിരായിക്കൊണ്ട് അവർ പറഞ്ഞു തവളയും ഞെണ്ടും അതിൽപ്പെട്ടത് തന്നെയാണ്, അതുകൊണ്ട് നജസാവില്ല എന്നാണ് അവരുടെ അഭിപ്രായം. വല ബി മൈത്തത്തിൻ, അതുപോലെ ഒരു ശവം കൊണ്ടും. കാന നഷ്ഉഹാമിനൽ മായി, അതിൻ്റെ വളർച്ച വെള്ളത്തിലായിരുന്നു. അങ്ങനത്തെ ജീവികളെ കൊണ്ടും നജസാവുകയില്ല. ഏതാണ്? ജീവിക്കൽ അലക്കി, അട്ട പോലെ. വലോ തുരിഹ ഫീഹി മൈത്തത്തും മിൻ ദാലിക നജസ, ഇനി അത്തരം ഒരു ശവത്തെ അതിലേക്ക് കൊണ്ടുപോയിട്ടാൽ, ഇതുപോലെ അട്ട പോലത്തെ ചത്തതിനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാൽ നജസ, അത് നജസാക്കുന്നതാണ്. വൈൻ കാനത്തായി ഹൈറു മുക്കല്ലഫൻ, അത് ഇട്ട ആള് പ്രായപൂർത്തിയും ബുദ്ധിയും ഒന്നും ഇല്ലാത്ത ആളാണെങ്കിലും ശരി. വല അസറലി ത്വറഹിൽ ഹയ്യി മുത്തലക്കൻ, ജീവനുള്ളൊരു വസ്തുവിനെ വെള്ളത്തിലിടൽ കൊണ്ട് യാതൊരു സ്വാധീനവും അത് വെള്ളത്തിന് ഉണ്ടാക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ ചത്തത് കൊണ്ട് ഇട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ജീവനുള്ളതിനെ വെള്ളത്തിലിടൽ കൊണ്ട് അത് വെള്ളത്തെ നജസാക്കുകയില്ല. വഖ്താറ കസീറൂന, അധിക പണ്ഡിതന്മാരും പ്രബലമാക്കിയിട്ടുണ്ട്. മിനായ്മത്തിന, നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന്. മദ്ഹബു മാലിക്കിൻ, മാലിക് ഇമാമിൻ്റെ മദ്ഹബ്, എന്താ അദ്ദേഹത്തിൻ്റെ മദ്ഹബ്? അന്നൽ മാലായൻജുസ് മുസ്തലക്കൻ, വെള്ളം മുത്തലക്കൻ നീരുപാധികം നജസാവുകയില്ല. ഇല്ലാബി തായ്യുരി, പകർച്ചയാവൽ കൊണ്ടല്ലാതെ. വൽജാരി, ഈ വിഷയത്തിൽ ഒഴുകുന്ന വെള്ളം കറാക്കിയതിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തെ പോലെ തന്നെയാണ്. വഫിൽ കദീമി, എന്ന കദീമായ അഭിപ്രായ പ്രകാരം. ലാ എൻജുസു കലീലുഹു, കുറഞ്ഞ വെള്ളം നജസാവുകയില്ല. ബിലാ തായ്യുരിൻ, പകർച്ചയാവൽ കൊണ്ടല്ലാതെ അത് നജസാവുകയില്ല. വഹുവ മദ്ഹബു മാലിക്കിൻ, അതാണ് മാലിക് ഇമാമിൻ്റെ മദ്ഹബ്. കാലഫിൽ മജ്മൂഇ, മജ്മൂഇൽ പറയപ്പെട്ടിട്ടുണ്ട്, മജ്മൂ എന്ന ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടതായി കാണാം.
സവാ ഉൻ കാനത്തിൻ നജാസത്തു മായത്തുൻ, ആ നജസാകുന്ന സംഗതി ദ്രാവകമാവട്ടെ, ഔ ജാമിദത്തുൻ അല്ലെ ഉറച്ച വസ്തുവാവട്ടെ, എന്തായാലും ശരി അങ്ങനെ തന്നെയാണ്. വൽ മാ ഉൽ കലീലു, കലീലായ വെള്ളം ഇതാ തനജസ, അത് നജസായാൽ, കലീൽ 2 കുല്ലത്തിന് താഴെയുള്ള വെള്ളം നജസായി, അത് യത്ഹറു ബുലൂഹി കുല്ലത്തിന്, അത് 2 കുല്ലത്തെത്തൽ കൊണ്ട് ശുദ്ധിയാകും. ബലൂബി മാഇം മുത്തനജിസിൻ, അത് 2 കുല്ലത്തെത്തിയത് മുത്തനജിസായ മറ്റു നജസിൽ നിന്ന് ശുദ്ധിയാവാൻ ഉപയോഗിച്ച വെള്ളം കൊണ്ടാണ് 2 കുല്ലത്തെത്തിയെങ്കിലും ശരി. പക്ഷേ എന്ത് സംഭവിക്കണം? ഹൈസു ലാ ത്വയ്യുറബിഹി, അതിന് പകർച്ചയില്ലാത്ത അവസരത്തിലാണ് അത് എന്താകും? ശുദ്ധിയാകുമെന്ന് പറഞ്ഞത്. 2 കുല്ലത്തെത്തിയിട്ടും അതിന് പകർച്ചയാവൽ നീങ്ങിയിട്ടില്ല എങ്കിൽ അതെപ്പോഴും നജസ് തന്നെയാണ്, അല്ലെങ്കിൽ അത് ശുദ്ധിയാകുന്നതാണ്. ബൽ കസീറു, അതുപോലെ തന്നെ അധികരിച്ച വെള്ളം യുത്ഹറു ശുദ്ധിയാകും. ബി സവാരി തായുരിഹി ബി നഫ്സി, ഒന്നെങ്കിൽ അതിൻ്റെ പകർച്ച സ്വയം നീങ്ങൽ കൊണ്ട്, ഔ ബി മാഇൻ സീദ അലൈഹി, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി നല്ല വെള്ളം ഒഴിച്ചു അങ്ങനെ അത് ശുദ്ധിയായതാണ്, പകർച്ച പോയതാണ് എങ്കിൽ അതും ശുദ്ധിയാവുന്നതാണ്. ഔ നക്കസാൻഹു, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തു ചുരുക്കി കളഞ്ഞു, അപ്പോൾ അത് വക്കാനൽ ബാക്കി കസീറൻ, അധികരിച്ച അതിൻ്റെ ബാക്കി 2 കുല്ലത്തിന് കൂടുതലുണ്ട് എന്നാലും അത് ശുദ്ധിയുള്ളത് തന്നെയാണ്. അങ്ങനെയൊക്കെ വെള്ളത്തെ ശുദ്ധിയാക്കാം. ഇത് നമ്മുടെ പണ്ഡിതന്മാർ പ്രബലമാക്കി, ഏത് മദ്ഹബിൽ നിന്ന്? മാലിക്കി മദ്ഹബിൽ നിന്നെടുത്ത് പ്രബലമാക്കിയതാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.